നമസ്കാരം. ഇന്ന് ഏപ്രിൽ 5 വെള്ളിയാഴ്ചയാണ്. മകരം രാശിക്ക് ശേഷം ചന്ദ്രൻ കുംഭം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. മീനം രാശിയിൽ ശുക്രന്റെയും അതേപോലെ തന്നെ സൂര്യന്റെയും കൂടിച്ചേരൽ ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പ്രധാനമായും ശുക്രാദിത്യ യോഗം രൂപാന്തരപ്പെടുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥി കൂടിയാണ്. അതിനാൽ തന്നെ ഈ തിഥിയിൽ പാപമോചന ഏകാദശി വ്രതം ഏവരും ആചരിക്കുന്നതുമാണ്. കൂടാതെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ശുക്രാദിത്യ യോഗം, സദ്യയോഗം, ശുഭയോഗം, അവിട്ടം നക്ഷത്രം എന്നിവയുടെ ഐശ്വര്യ സംയോജനവും നടക്കുന്നതിനാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ പാപമോചന ഏകാദശി നാളിൽ രൂപം കൊള്ളുന്ന ഗുണകരമായ യോഗങ്ങളിൽ നിന്നും ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അതേപോലെ തന്നെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ കടാക്ഷവും ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ശുക്രന്റെ കടാക്ഷവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാർക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന ദിവസമാണ് ഇന്നേ ദിവസം എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷത്താലും ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷത്താലും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാകുന്നു. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ശ്രദ്ധയും കരിയറിലെ പുരോഗതിയിലും വിജയത്തിലും ആയിരിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വളരെ കാലമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനോ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല രീതിയിലുള്ള പിരിമുറുക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതെല്ലാം ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ, സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുവാൻ അല്ലെങ്കിൽ ജോലി സംബന്ധമായ യാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനും ജോലി മാറുവാനും സാധിക്കുന്നതായ അവസരം തന്നെയാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ വാങ്ങിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പുതിയ വാഹനമാകാം, വീടാകാം. അതേപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. കൂടാതെ ഈ സമയം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ലക്ഷ്മി ചാലിസ പാരായണം ചെയ്യുകയും ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് പ്രധാനമായും ഏപ്രിൽ 5 ഏറ്റവും ശുഭകരമായ ദിവസമായി മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചിങ്ങം രാശിയിലുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിൽ അഥവാ വിദ്യയിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ ഭവിക്കാനുള്ള സാധ്യതകൾ
നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ പല ജോലികളും എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലുള്ള ദിവസമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരമാണ് ഈ സമയം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ മേൽ നിലനിൽക്കുന്നതായ സമയമാണ്. വിഷ്ണു ഭഗവാന്റെ അഥവാ ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തീർച്ചയായും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പുതിയ ധനസമ്പാദന മാർഗങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതായ സമയമാണ് ഇത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കുടുംബവും ദാമ്പത്യ ജീവിതവും ശുഭകരമായി ഭവിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയും ഇന്നേ ദിവസത്തിനുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലമാണ്. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുവാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന മന്ത്രം തീർച്ചയായും ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഓം ശ്രീം ശ്രേ നമഃ. ഓം ശ്രീം ശ്രേ നമഃ. ഓം ശ്രീം ശ്രേ നമഃ. ഈ മന്ത്രം 5 തവണ ജപിക്കുന്നതും അല്ലെങ്കിൽ 11 തവണ ജപിക്കുന്നതും 108 തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ഏത് കാര്യത്തിനു മുൻപും ശുഭകരമായ കാര്യത്തിനു മുൻപും ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ഇറങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം. അത് എല്ലാ കാര്യങ്ങളിലും പ്രകടമാകും എന്നതും വാസ്തവമായ കാര്യമാണ്. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ജോലിയിൽ ഉയർച്ച നേടുക, വിജയങ്ങൾ കരസ്ഥമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ സ്ഥാനക്കയറ്റം, ശമ്പളവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ശുഭകരമായ വാർത്തകൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല തടസ്സങ്ങളും അത് ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം വീട്, വാഹനം, ഫ്ലാറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. കുടുംബാംഗങ്ങൾക്കൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ യാത്രകൾക്കുള്ള അവസരങ്ങളുണ്ട് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപൂർണമായ പല ജോലികളും, മുടങ്ങിപ്പോയതായ ചില ജോലികൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ട ദിവസമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്കും അനുകൂലമാണ് ഇന്നേ ദിവസം. കാരണം അവരുടെ ജീവിതത്തിൽ ബുദ്ധി നന്നായി ഉപയോഗിക്കുന്നതായ ദിവസമാണ് ഇന്ന് ശരിയായ രീതിയിൽ ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഊർജത്തിൽ വളരെയധികം വർധനവ് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം പൂർണ്ണ ഏകാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശുഭകരമായ വാർത്തകൾ തേടി എത്തുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ബിസിനസ് പരമായി നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഇന്നേ ദിവസം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതായ സമയം.
സാമ്പത്തിക പ്രശ്നങ്ങളിൽ വിഷമിക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പണം ലാഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിജയങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ചെലവ് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ചില തടസ്സങ്ങൾ ഒഴിവാക്കി കിട്ടുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്ന് വരുന്നതായ ദിവസമാണ്. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിലേക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ ദിവസം എന്ന് തന്നെ പറയാം.